Good evening. I'm Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ NCERT ചാപ്റ്റർ നമ്പർ 11 ട്രാൻസ്പോർട്ട് ആൻഡ് പ്ലാന്റ്സിന്റെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി MCQs. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements does not apply to reverse osmosis? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഏത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഓപ്ഷൻ ബി ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻ ദിസ് ടെക്നീക് pressure greater than osmotic pressure is applied to the system. Option C, it is a passive process. Option D, it is an active process. അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക്കലി എന്തറിഞ്ഞിരിക്കണം? എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് അറിഞ്ഞിരിക്കണം. അപ്പോ ഞാൻ ജസ്റ്റ് അതിന്റെ സമ്മറി ഒന്ന് ജസ്റ്റ് പറഞ്ഞ് വിൽ ഗെറ്റ് ടു ദി സൊല്യൂഷൻസ്. അപ്പോ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിനെ ഒരു പേരും കൂടി വിളിക്കും, വിച്ച് ഇസ് ഹൈപ്പർ ഫിൽട്രേഷൻ. ഇനി ഇത് എന്ത് ടെക്നിക്കാണ്? ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് ആലോചിക്കാം. എന്താണ്? ഇറ്റ് ഇസ് എ ടെക്നിക് ആൻഡ് ഈ ടെക്നിക്ക് വഴി എന്ത് സംഭവിക്കും? നമുക്കറിയാം ഈ റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ഹൈപ്പർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഇനി വാട്ടർ പ്യൂരിഫിക്കേഷൻ ഈ പ്രോസസ്സ് നമ്മൾ എംപ്ലോയ് ചെയ്യണമെങ്കിൽ ഈ പ്രോസസ്സിന്റെ ഗുണം എന്തായിരിക്കണം? നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസിൽ, അതായത് വാട്ടർ ബോഡീസിൽ എവിടുത്തായാലും വാട്ടർ എടുത്താലും അതിലത്തെ കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പോ ഈ പോയിന്റ് വഴി നമുക്ക് എന്ത് മനസ്സിലായി? റിമൂവൽ ഓഫ് കണ്ടാമിനൻസ്. ഇനി കണ്ടാമിനൻസ് ആയ സൊല്യൂട്ട്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്സ്റ്റൻസും നമ്മുടെ വാട്ടർ ബോഡിയിൽ നിന്ന് എടുത്ത വാട്ടറിന് റിമൂവ് ചെയ്യുക. ഇനി ഈ റിമൂവ് ചെയ്യുന്നത് ഇൻ ദിസ് പ്രോസസ് ഓഫ് റിവേഴ്സ് ഓസ്മോസിസ് ഇസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോ റിമൂവൽ ഓഫ് കണ്ടാമിനൻസ് ബാക്കി നമുക്ക് ഫിൽ ചെയ്യണം. എങ്ങനെ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോ എന്ത് ചെയ്തു? നമ്മൾ അതിലത്തെ വാട്ടറിന്റെ സൊല്യൂട്ട്സ് അല്ലെങ്കിൽ കണ്ടാമിനൻസ് റിമൂവ് ചെയ്തു. ആൻഡ് എന്തിന്റെ ഹെൽപ്പോടുകൂടി? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിന്റെ ഹെൽപ്പോടുകൂടി. ഇനി ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ മാത്രം പോരാ, ഈ പ്രോസസ്സിന് എന്തും കൂടി വേണം? നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു പ്രഷർ ഗിവിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോഴ്സോ പ്രഷറോ വേണം. ഇനി ഈ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? നമുക്ക് ഒരു പമ്പിന്റെ സഹായത്തോടു കൂടിയോ മറ്റോ നമുക്ക് എന്തുണ്ടാക്കാം? നമുക്ക് വേണ്ട ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ പ്രഷർ എന്ത് ചെയ്തു? ഈ പ്രഷർ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് നമ്മുടെ വാട്ടർ, നമ്മൾ എടുത്തിരിക്കുന്ന ടോട്ടൽ വാട്ടറിനെ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനുള്ളിൽ കൂടി പാസ് ചെയ്യിപ്പിക്കും. അപ്പൊ ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ എന്താന്ന് വെച്ചാൽ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനുള്ളിൽ കൂടി പാസ് ചെയ്യും. ആൻഡ് പാസ് ചെയ്യുന്നതിന് അതിന്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കും? നമ്മുടെ വാട്ടർ പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടും. ഇനി വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നു പറഞ്ഞിരുന്നു. ഇനി ഇതല്ലാണ്ട് നമുക്ക് വേറെ ഉള്ളൊരു ആപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാല് എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ സലൈൻ വാട്ടറിലെ സോൾട്ട് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. റിമൂവൽ ഓഫ് സോൾട്ട് ഫ്രം സലൈൻ വാട്ടർ. അപ്പോ ഈ പ്രോസസ്സിൽ എന്ത് കണ്ടു? നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് സോൾട്ട് ഫ്രം സലൈൻ വാട്ടർ ഉണ്ടാവുന്ന നമ്മൾ കണ്ടു. ആൻഡ് ഇത് എന്തിന് ഹെൽപ്പ് ചെയ്തു? നമ്മുടെ വാട്ടർ മോളിക്യൂൾസിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനുള്ളിൽ കൂടി പാസ് ചെയ്യിപ്പിച്ച് നമ്മുടെ വാട്ടർ മോളിക്യൂൾസിനെല്ലാം സൊല്യൂട്ട്സിൽ നിന്ന് സെപ്പറേറ്റ് ആയി നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുത്തു. ഇനി ഈ പ്യൂരിഫൈ ചെയ്ത് എടുത്തു. ആൻഡ് ഇതിന് ഒരു കാര്യം കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്ത് വേണം? നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ ആവശ്യമുണ്ട്. അപ്പോ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും പറഞ്ഞ പ്രോസസ് എന്ന് പറയുന്നത് ഇത് ഒരു ആക്റ്റീവ് പ്രോസസ് ആയിരിക്കോ പാസീവ് പ്രോസസ് ആയിരിക്കോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ഹൈപ്പർ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്. ഇനി
ഇത് റിവേഴ്സ് ഓസ്മോസിസും ഓസ്മോസിസും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം ഓസ്മോസിസിൽ പാസീവ് ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത്. കാരണം എന്താ? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒരു ഹയർ കോൺസെൻട്രേഷൻ തൊട്ട് ലോവർ കോൺസെൻട്രേഷൻ വരെയാണ് ഓസ്മോസിസിൽ നടക്കുന്നത്. പക്ഷെ റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്? നമ്മുടെ ഏതൊരു വാട്ടറിന്റെ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു സെല്ലിന്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് എടുത്താലും നമുക്കറിയാം കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വഴിയാണ്, അക്കോർഡിംഗ് ടു ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് നാച്ചുറലി അല്ലെങ്കിൽ പാസിവ്ലി പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ പുറത്തുനിന്നൊരു എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കുകയാണ്. ആൻഡ് വി ആർ മേക്കിംഗ് ദി വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം എ ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന് പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോ ഇതിന് നമുക്ക് എന്ത് വേണം? ആക്റ്റീവ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എൻ എനർജി റിക്വയറിംഗ് പ്രോസസ്. ഇനി എനർജി എന്തിനാ റിക്വയർ ചെയ്യുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഇതിൽ നമുക്ക് ആക്ച്വലി വാട്ടർ മോളിക്യൂൾസ് ഫ്രം എങ്ങനെയാണ് അഗെയിൻസ്റ്റ് ദ പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വഴിയാണ് പോകുന്നത്. അതും കൂടി എഴുതാം. against the concentration അല്ലെങ്കിൽ pressure gradient. ഇത് പറയാൻ കാരണം എന്താ? നമുക്കറിയാം ലോങ് ദി ഗ്രേഡിയന്റ് പോകണമെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊരു ഡ്രൈവിംഗ് ഫോഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്തെന്ന് കൊടുക്കുന്നുണ്ട്? ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ പമ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ഹൈപ്പർ ഫിൽട്രേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് സൊല്യൂഷൻസിലേക്ക് പോവാണെങ്കിൽ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഒരു സോൾവെന്റിന്റെ മോളിക്യൂൾസ് ഓഫ് എ സോൾവെന്റ് ഇസ് മെയ്ഡ് ടു പാസ് ത്രൂ നമ്മുടെ ഓസ്മോസിൽ ചെയ്യുന്ന പോലെ തന്നെ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇനി ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിന്റെ സിമിലാരിറ്റി എന്താണ്? ഇത് രണ്ടിലും എന്തുണ്ട്? സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എന്തിന് മൂവ് ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ വാട്ടർ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ സോൾവെന്റിന്റെ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ദ വാട്ടർ ഇസ് മെയ്ഡ് ടു മൂവ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇനി നമുക്കറിയാം അഗെയിൻസ്റ്റ് ദ ഗ്രേഡിയന്റ് പോകണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി എനർജി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്. അതുകൊണ്ട് എന്താ ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ് എന്ന് പറയാൻ പറ്റും. ആൻഡ് സോൾവെന്റ് മോളിക്യൂൾസ് എങ്ങനെയാ മൂവ് ചെയ്യുക? അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? It is used in water purification system and also to remove salt from saline water. ഇനി ഈ പ്രോസസ്സിന് എന്ത് റിക്വയർമെന്റ് ഉണ്ടെന്നാ പറഞ്ഞത്? ഒരു ഡ്രൈവിംഗ് ഫോഴ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ്? ഒരു പമ്പിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ആവുന്ന പ്രഷറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം. ആൻഡ് ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും? അഗെയിൻസ്റ്റ് ദ ഗ്രേഡിയന്റ് നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസിനെ പുഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ removing salt from saline water and extra purification of water. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. അപ്പൊ എങ്ങനെയാണ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്താണ്? എക്സ്ട്രാ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ആണെന്നുള്ള കാര്യം. ഇനി സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദിസ് ടെക്നിക് pressure greater than osmotic pressure is applied to the system. അതെങ്ങനെയാണ്? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന പ്രഷർ എന്താണ്? അതിലത്തെ മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? അഗെയിൻസ്റ്റ് ദ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ നമുക്ക് ഏതിനെ കൗണ്ടർ ആക്ട് ചെയ്യണം? നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന്റെ നാച്ചുറൽ ടെൻഡൻസി പാസിവ്ലി ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള പാസീവ് ടെൻഡൻസിനെ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്താൽ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നാച്ചുറലി പാസിവ്ലി ഉണ്ടാവുന്ന മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്താൽ മാത്രം പോലെ നമുക്ക് അഗെയിൻസ്റ്റ് ദ ഗ്രേഡിയന്റ് മൂവ് ചെയ്യിപ്പിക്കുകയും വേണം. അപ്പൊ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം? പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. ഇനി ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് എ പാസീവ് പ്രോസസ്. അതെന്താണ്? നമുക്കറിയാം ഓസ്മോസിസ് ആണ് പാസീവ് പ്രോസസ്. റിവേഴ്സ് ഓസ്മോസിസ് എങ്ങനെയാണ്? ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ് ഒക്കെ വെച്ചാണ് നമ്മൾ ഇത് ആക്ച്വലി ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്. അപ്പോ ഇതിൽ തെറ്റായിട്ടുള്ള ഡസ് നോട്ട് അപ്ലൈ എന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഇസ് എ പാസീവ് പ്രോസസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ഇനി
Second question, which one of the following will not directly affect transpiration? ഇനി ഈ താഴെ തന്നിരിക്കുന്നത് ഏതിലാണ് ഡയറക്ട്ലി എന്ത് അഫക്ട് ചെയ്യാത്തത്? ട്രാൻസ്പിറേഷൻ അഫക്ട് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ടെമ്പറേച്ചർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, വിൻഡ് സ്പീഡ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്താ? ക്ലോറോഫിൽ കണ്ടന്റ് ഓഫ് ദി ലീഫ്. അപ്പൊ 4 പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് എന്താന്ന് ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചർ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? നമുക്കറിയാം ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ബേസിക്കലി ലോസ് ഓഫ് വാട്ടർ ആണ്. ട്രാൻസ്പിറേഷൻ എന്താണ്? ലോസ് ഓഫ് വാട്ടർ. ഇനി ഇൻ ദ ഫോം ഓഫ് വേപ്പേഴ്സ്. അപ്പൊ വേപ്പേഴ്സിന്റെ ഫോമില് വാട്ടർ ലോസ് സംഭവിക്കുന്നു. എവിടുന്ന്? ഫ്രം വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്. അതായത് പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്സ് ഓഫ് പ്ലാന്റിൽ നിന്ന് ഇവാപ്പറേഷൻ വഴി നമ്മുടെ വാട്ടർ ലോസ് സംഭവിക്കുന്നതിന് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും ട്രാൻസ്പിറേഷനെ അഫക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടെമ്പറേച്ചർ കൂടുന്നോറും, അതായത് ചൂട് കൂടുന്നോറും ഇവാപ്പറേഷൻ എങ്ങനെയായിരിക്കും വാട്ടറിന്റെ? നമുക്കറിയാം ഇവാപ്പറേഷനും കൂടും. അപ്പോ ട്രാൻസ്പിറേഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്തായിട്ട് പറയാൻ പറ്റും? ടെമ്പറേച്ചർ കൂടുന്നോറും ട്രാൻസ്പിറേഷൻ കൂടും. അപ്പൊ അവര് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ട്രാൻസ്പിറേഷൻ. ഇനി ഇത് എങ്ങനെ നമുക്ക് ആലോചിക്കാം? ഒരു ചെറിയ പ്ലേറ്റിൽ നമ്മൾ സണ്ണിന്റെ താഴെ കുറച്ച് വാട്ടർ വെച്ചു. ഇനി ഇതേപോലെ ഒരു ക്ലോസ്ഡ് റൂമിൽ നമ്മൾ എന്ത് വെച്ചു? ഇതേ വാട്ടർ വെച്ചു. അപ്പൊ എവിടെയായിരിക്കും ചൂട് കൂടുതൽ? സൺ ഉള്ള സ്റ്റേറ്റിലായിരിക്കും ചൂട് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെ ചൂട് കൂടിയ അവസ്ഥയിൽ ഈ വാപ്പറേഷൻ റേറ്റും എങ്ങനെയായിരിക്കും? നല്ല കൂടുതലായിരിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് പ്ലാന്റ്സിനും. അതായത് ഈ ക്ലോസ്ഡില്, അതായത് വലിയ ചൂടൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇവാപ്പറേഷൻ അതിനനുസരിച്ച് കുറയും. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ട്രാൻസ്പിറേഷനും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലൈറ്റ്. ഇനി ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നേരത്തെ സണ്ണുള്ള ഓപ്ഷൻ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഉള്ള അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? നമ്മുടെ ട്രാൻസ്പിറേഷന്റെ റേറ്റും കൂടും. ഇനി തേർഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് വിൻഡ് സ്പീഡ്. വിൻഡ് സ്പീഡ് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്കറിയാം ബ്രീസ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് വിൻഡ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിൻഡിന്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഓഫ് ഇവാപ്പറേഷനും എങ്ങനെ ചെയ്യും? കൂടും. ബാക്കി എല്ലാ കണ്ടീഷനും കോൺസ്റ്റന്റ് ആക്കി വെച്ച് നമുക്ക് വിൻഡ് സ്പീഡ് കൂടുതലുള്ള സ്ഥലത്തും കുറവുള്ള സ്ഥലത്തുമാണ് കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ ലോജിക് വെച്ച് നമുക്ക് മനസ്സിലാവും വിൻഡ് സ്പീഡ് കൂടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇവാപ്പറേറ്റ് ചെയ്യുന്ന വേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് എങ്ങനെയാണ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനും കൂടി വരും. ഇനി നാലാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ക്ലോറോഫിൽ കണ്ടന്റ് ആയിരുന്നു. ഇനി ക്ലോറോഫിൽ കണ്ടന്റ് ലീഫിൽ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം ക്ലോറോഫിൽ കണ്ടന്റ് ഫോട്ടോസിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് പ്ലാന്റിന്റെ ഫുഡ് ഉണ്ടാക്കാനും കാര്യത്തിനും. ഇനി ഇതെങ്ങനെയാണ്? ഇത് നമ്മുടെ ട്രാൻസ്പിറേഷനിൽ ഒരു ഡയറക്ട്ലി അഫക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? നമുക്കറിയാം ട്രാൻസ്പിറേഷനിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എടുത്തു നോക്കിയാൽ അതിൽ ലീഫിന്റെ ഏരിയ ഉണ്ടാവും, ലീഫിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ്? നമുക്കറിയാം ലീഫിന്റെ ഏരിയ, ലീഫിന്റെ സ്ട്രക്ചർ ഒക്കെ എന്തിനെ അഫക്ട് ചെയ്യുന്നു? അഫക്ട്സ് ട്രാൻസ്പിറേഷൻ. പക്ഷേ ക്ലോറോഫിൽ കണ്ടന്റ് എന്തെന്ന് പറയാൻ പറ്റില്ല. ട്രാൻസ്പിറേഷനായിട്ട് ഒരു തരത്തിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ എഴുതാം, നോ ഡയറക്റ്റ് റിലേഷൻ ടു ട്രാൻസ്പിറേഷൻ. അതെന്തുകൊണ്ട് പറയാൻ പറ്റും? നമുക്കറിയാം കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും നമ്മുടെ ട്രാൻസ്പിറേഷനെ ഡിസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഇനി ഈ ഇന്റേണൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെ വന്നു? ലീഫ് സ്ട്രക്ചറും ഏരിയയും, ലീഫിന്റെ ഏരിയയും നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? മോർ സർഫസ് ഏരിയ. നമ്മൾ ഇവാപ്പറേഷൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ, സയൻസിൽ പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഒരു പരന്ന സർഫസ് ഏരിയ കൂടിയ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെക്കാണ്, അതേപോലെ ഒരു സർഫസ് ഏരിയ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ വെള്ളം എടുത്തു വെക്കാണ്. ഇതിൽ രണ്ടിലും നോക്കുമ്പോൾ ഇവാപ്പറേഷൻ റേറ്റ് എങ്ങനെയാണ്? സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ ഇവാപ്പറേഷൻ കൂടും,
അപ്പൊ ലീഫിനും ഇത് ബാധകമാണ്. അപ്പൊ എങ്ങനെ വരും? ലീഫിന്റെ ഏരിയ കൂടുന്നതോറും ട്രാൻസ്പിറേഷൻ കൂടും. ഇനി സ്ട്രക്ചർ അനുസരിച്ചായാലും, അതായത് അതിന്റെ എക്സ്പോഷർ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ് ലീഫിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യലി ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ലീഫിനാണോ കൂടുതൽ ഇവാപറേഷൻ നടക്കുക, അല്ലെങ്കിൽ നല്ല ഓപ്പൺ ആയിട്ട് സ്ട്രക്ചർ ഒക്കെ തുറന്നിരിക്കുന്ന ഒരു ലീഫിനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ലീഫ് സ്ട്രക്ചറും ഇന്റേണൽ ഒരു ഫാക്ടർ ആണ് ടു എഫക്ട് ട്രാൻസ്പിറേഷൻ. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് എഫക്ടിങ് ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരാൻ പറ്റും? നമ്മുടെ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ എങ്ങനെയാണ്, നമ്മുടെ ഹ്യൂമിഡിറ്റി എങ്ങനെയാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടന്റ്. ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്പിറേഷൻ കുറവാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സ്റ്റേണലി ടെമ്പറേച്ചർ എങ്ങനെയാണ്, ഹ്യൂമിഡിറ്റി എങ്ങനെയാണ്, ലൈറ്റിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, വിൻഡിന്റെ വെലോസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ വിൻഡ് സ്പീഡ് എത്രയാണ്, പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്, ആൻഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സോയിലിൽ എത്ര വാട്ടർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ താഴെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ലീഫ് ഏരിയ, ലീഫ് സ്ട്രക്ചർ, പിന്നെ ഏജ് ഓഫ് പ്ലാന്റ്സ്, എത്ര സെനസെന്റ് ആണ് എന്നുള്ളതും ഏതിനെ എഫക്ട് ചെയ്യും? നമ്മുടെ ഇന്റേണൽ ഫാക്ടർ ആയിട്ട് ട്രാൻസ്പിറേഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി ക്ലോറോഫിൽ കണ്ടന്റ് നമ്മുടെ ട്രാൻസ്പിറേഷനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, ഇന്റേണൽ എക്സ്റ്റേണൽ എന്തൊക്കെയാണ്, എന്താണ് ട്രാൻസ്പിറേഷൻ, ഇനി എഫക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുക, ഏതാണ് എഫക്ട് ചെയ്യാത്തത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഇത് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ട്രാൻസ്പിറേഷൻ എന്താണ്? അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അതിന് മുമ്പ് ട്രാൻസ്പിറേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാണ്. ട്രാൻസ്പിറേഷൻ ഇസ് ദ ലോസ് ഓഫ് വാട്ടർ ബൈ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പേഴ്സ് ഫ്രം ദി ഏരിയൽ പാർട്സ് ഓഫ് ദി പ്ലാന്റ് ഡ്യൂ ടു ഇവാപറേഷൻ. ഇനി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഇവാപറേഷന്റെ റേറ്റും കൂടെ തന്നെ ഇരിക്കും. ഇനി ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനും ഇൻക്രീസ് ചെയ്യും. ഇനി വിൻഡ് സ്പീഡ് ആണെങ്കിലും അവരും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ തന്നെയാണ്. ഇനി ക്ലോറോഫിൽ കണ്ടന്റ് എന്ത് പറയുന്നുണ്ട്? ക്ലോറോഫിൽ കണ്ടന്റ് ഓഫ് ദ ലീഫ് ഇസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. ഈ ഫാക്ടർ പക്ഷെ ട്രാൻസ്പിറേഷനെ ഡയറക്ട്ലി ഇമ്പാക്ട് ഉണ്ടാക്കാൻ നോക്കില്ല. അപ്പൊ ട്രാൻസ്പിറേഷൻ ഇസ് എഫക്റ്റഡ് ബൈ ലീഫ് ഏരിയ ആൻഡ് ലീഫ് സ്ട്രക്ചർ. പക്ഷെ ക്ലോറോഫിൽ കണ്ടന്റ് ഇതിലൊരു ഫാക്ടർ അല്ല ഇൻ ഡയറക്ട്ലി ഡിസൈഡിങ് ദ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ. അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ക്ലോറോഫിൽ കണ്ടന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, the lower surface of leaf will have more number of stomata in ഇനി ഇതിൽ മോസ്റ്റ്ലി എന്താണ്? അനാറ്റമിയുടെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? ഡോർസിവെൻട്രൽ ലീഫ്, ഐസോബൈലാറ്ററൽ ലീഫ്. ഡോർസിവെൻട്രൽ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് ലീഫ്, ഐസോബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ മോണോകോട്ടിൽ ലീഫ്, ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് നൺ ഓഫ് ദീസ്. അപ്പൊ ഇതില് എങ്ങനെയായിരിക്കും? നമുക്കറിയാം നമ്മുടെ ഡൈക്കോട്ടിന്റെ ലീഫ് എടുത്ത് നോക്കിയാൽ അതിലെങ്ങനെയാണ്? ഗ്രേറ്റർ നമ്പർ ഓഫ് സ്റ്റൊമേറ്റ ലോവർ സർഫസ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഇത് ബേസിക് ആണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഫാക്ട് ആണ്. അപ്പോ എങ്ങനെയാണ്? ലോവർ സർഫസ് ഓഫ് ഡോർസിവെൻട്രൽ അല്ലെങ്കിൽ ഡൈക്കോട്ടിന്റെ ലീഫില് ഗ്രേറ്റർ നമ്പർ ഓഫ് സ്റ്റൊമേറ്റ ഉണ്ടാവും. പക്ഷെ ഐസോബൈലാറ്ററൽ അല്ലെങ്കിൽ മോണോകോട്ട് ലീഫിന്റെ കേസിൽ എങ്ങനെയാണ്? ദേ ആർ ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ നമ്പർ ഓൺ ബോത്ത് സർഫസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ലോവർ സർഫസ് ഓഫ് ലീഫ് വിൽ ഹാവ് മോർ നമ്പർ ഓഫ് സ്റ്റൊമേറ്റ ഇൻ ഏതിലായിരിക്കും? ഓപ്ഷൻ എ, ഡോർസിവെൻട്രൽ ലീഫ്. ഇതിന് ആൻസർ എന്താ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നല്ല, അനാറ്റമിയാണ് കൂടുതൽ ചോദിച്ചത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് ഷുഗർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫ്ലോയം ഇസ്. അതായത് ഫ്ലോയമിലെ കൂടി നമുക്കറിയാം നമ്മുടെ ഫുഡിന്റെ ട്രാൻസ്പോർട്ട് ഫ്ലോയമാണ് ചെയ്യുന്നത്. അപ്പോ ഇതില് ഏത് ഫോമിലാണ് ഫുഡിന്റെ ട്രാൻസ്പോർട്ട് നടത്തുന്നത്? എന്തായിരിക്കും? നമുക്കറിയാം നമ്മുടെ ലീഫിലാണ് ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടാക്കുന്നത്? നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ ലീഫിൽ ഉണ്ടാക്കിയത് എങ്ങോട്ടേക്കൊക്കെ എത്തിക്കണം? നമുക്കറിയാം എല്ലാ സ്റ്റോറേജ് ഓർഗൻസിലേക്കും
പതുക്കെ പതുക്കെ എത്തിക്കണം. ഇനി ഈ സ്റ്റോറേജ് ഓർഗൻസിലേക്ക് എത്തിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ഫോമിലാണ് ഇത് ട്രാൻസ്ലൊക്കേറ്റഡ് ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതും ഒരു ഫാക്ട് ആണ്, അറിഞ്ഞിരിക്കാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സൂക്രോസ് ആയിട്ടാണ് എന്ത് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് നമ്മുടെ ലീഫ് ഉണ്ടാക്കുന്ന ഫുഡിന് അല്ലെങ്കിൽ ഷുഗറിന്. അപ്പൊ അതിന് ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ സി, സൂക്രോസ്. 4th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. ഇനി 5th ക്വസ്റ്റ്യൻ. 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ പ്രോസസ് ഓഫ് ഗട്ടേഷൻ ടേക്സ് പ്ലേസ്. ഏതിലാണ് ഗട്ടേഷൻ സംഭവിക്കുന്നത്? അതിന് നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന റൂട്ട് പ്രഷറും റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ? റൂട്ട് പ്രഷർ കൂടുതലും റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറവായിരിക്കുമ്പോഴാണോ, അത് തിരിച്ചാണോ? ഇനി റൂട്ട് പ്രഷറും റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനും ഈക്വൽ ആവുമ്പോഴാണോ? ഇനി അതുമല്ല ഏതാണ്? രണ്ടും റൂട്ടിന്റെ പ്രഷറും റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷനും ഹൈ ആയിരിക്കുന്ന സ്റ്റേറ്റിലാണ് നമ്മുടെ ഗട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം അറിയണം എന്താണ് ഗട്ടേഷൻ. എന്താണ്? നമുക്കറിയാം നമ്മുടെ ട്രാൻസ്പിറേഷൻ പോലത്തെ ഒരു പ്രോസസ് ആണ്. പക്ഷെ ട്രാൻസ്പിറേഷന് വേരിയസ് ഡിഫറൻസസ് ഉണ്ട്. ഈ ഡിഫറൻസസ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഇതും ഒരു പ്രോസസ് ഓഫ് ലിക്വിഡ് ഡ്രോപ്സിന്റെ എക്സ്യൂഡേഷൻ തന്നെയാണ്. പക്ഷെ ആ വേർഡ് വരണം എക്സ്യൂഡേഷൻ. ദ പ്രോസസ് ഓഫ് മറ്റടുത്ത് വേപ്പറൈസ് ചെയ്ത് വേപ്പേഴ്സ് ആയിട്ട് ലോസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്ത് പറയണം? ദ പ്രോസസ് ഓഫ് എക്സ്യൂഡേഷൻ ഓഫ് ലിക്വിഡ് ഡ്രോപ്സ് ഫ്രം എഡ്ജ് ഓഫ് ലീവ്സ്. ലീവ്സിന്റെ അറ്റത്തുനിന്ന്. ഇതിനെയാണ് ഗട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഗട്ടേഷൻ നടക്കുന്നതിന് നമുക്ക് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിന്റെ ആവശ്യമുണ്ട്. ഇനി ഈ ഗട്ടേഷൻ നടക്കുന്നത് ത്രൂ ഏതിലാണ്? ഈ ടേം ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡത്തോഡ്. ഹൈഡത്തോഡിന്റെ ഉള്ളിൽ കൂടിയാണ് എന്ത് വരുന്നത്? നമ്മുടെ പ്രോസസ് ഓഫ് എക്സ്യൂഡേഷൻ അല്ലെങ്കിൽ ഗട്ടേഷൻ നടക്കുന്നത്. ഇനി ഈ പ്രോസസ്സ് എന്തിനാണ് പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം ഓൾറെഡി ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ലോസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഗട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പ്ലാന്റ്സിന് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫുള്ളി ടേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് വാട്ടർ കണ്ടന്റ് ആവശ്യത്തിനും ഉണ്ട് അതിനധികം ഉണ്ട്. അതായത് ഫുള്ളി ടേർജ്ഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന പ്ലാന്റ്സിന് എന്ത് പറ്റണം? ഓവറായിട്ട് വെള്ളം ഉണ്ടാകുന്നത് മോശമാണ് പ്ലാന്റ്സിന്റെ ബാക്കിയുള്ള ഫംഗ്ഷനിങ്ങിന്. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ റിമൂവലിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഫുള്ളി ടേർജ്ഡ് പ്ലാന്റ്സിന്റെ റിമൂവ് എക്സ്ട്രാ വാട്ടർ. അതിനാണ് ഏത് പ്രോസസ്? ഗട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അവർ ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ ഗട്ടേഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കും മെയിൻ ലീഡിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം എന്താണ്? നമ്മുടെ ടേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കേസ് എന്തായിരിക്കും? മെയിൻലി ഇത് എപ്പോഴാണ് നടക്കുന്നത് വെച്ചാൽ എന്ത് പറയും? വെൻ റൂട്ട് പ്രഷർ ഇസ് ഹൈ ആൻഡ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ഓൾറെഡി നടക്കുന്നില്ല. നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഫുള്ളി ടേർജ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ എങ്ങനെയായിരിക്കും? റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ലോ. റൂട്ട് പ്രഷർ കൂടുതൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? വാട്ടർ ഓൾറെഡി പ്ലാന്റ് ടേർജ്ഡ് ആവുന്ന ഒരു അവസ്ഥ തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് വാട്ടർ കണ്ടന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന വാട്ടർ അല്ലെങ്കിൽ റൂട്ട് പ്രഷർ ഇസ് ഓൾറെഡി ഹൈ ആൻഡ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ആണെങ്കിൽ ലോ ആയിട്ടും കിടക്കുന്ന അവസ്ഥ. ഇതിൽ നമുക്ക് ഏത് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നു? ഗട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഗട്ടേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ സെയിം ആണ്. എന്ത് ഡെഫിനിഷൻ ആദ്യം പറയാം? എക്സ്യൂഡേഷൻ ഓഫ് ലിക്വിഡ് ഡ്രോപ്സ് ഫ്രം എഡ്ജ് ഓഫ് ലീവ്സ്. ഇനി യൂഷ്വലി ഏതിന് കൂടെയാണ് നടക്കുന്നത്? സ്റ്റൊമേറ്റ അല്ല, സ്റ്റൊമേറ്റിനെ പോലത്തെ മറ്റ് ചില പോർസ് ഉണ്ട്, നെയിംഡ് ആസ് ഹൈഡത്തോഡ്. ആൻഡ് ഈ പ്രോസസ്സ് വഴിയാണ് ഫുള്ളി ടേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എക്സ്ട്രാ വാട്ടർ റിമൂവ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ മെയിൻ കോസ് അല്ലെങ്കിൽ ലീഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് റൂട്ട് പ്രഷർ, അതായത് റൂട്ട് പ്രഷർ കൂടിയിരിക്കുന്ന അവസ്ഥ. ആൻഡ് ട്രാൻസ്പിറേഷൻ ആണെങ്കിൽ ലോ ആയിട്ടിരിക്കുന്ന അവസ്ഥ. ആൻഡ് ഈ ഹൈഡത്തോഡ് എവിടെയായിരിക്കും പ്രസന്റ്? ജനറലി അറ്റ് ദി ടിപ്സ് ഓർ മാർജിൻസ് ഓഫ് ലീവ്സ്, മോസ്റ്റ്ലി ഇൻ ഷെയ്ഡി പ്ലേസസിൽ ജീവിക്കുന്ന. ഫോർ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ട്രോപ്പീലിയം. ഇനി ഈ പ്ലാന്റ്സിലാണ് ഈ ഹൈഡത്തോഡ് കാണുക. ആൻഡ് ഈ ഹൈഡത്തോഡിൽ കൂടിയാണ് ഗട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? റൂട്ട് പ്രഷർ ഹൈയും റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ലോ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പ്രോസസ് ഗട്ടേഷൻ നടക്കുന്നത്. അപ്പോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ റൂട്ട് പ്രഷർ ഹൈ, റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ലോ. ഓപ്ഷൻ എ.
5th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. ഇനി 6th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇംബിബിഷൻ? ഈ ഗട്ടേഷന് കൂടെ ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. എന്ത്? ഗട്ടേഷനും ട്രാൻസ്പിരേഷനും. അതായത് ഗട്ടേഷനും ട്രാൻസ്പിരേഷനും ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്ന അവസ്ഥയാണ്. കാരണം എന്താ? പ്ലാന്റ്സിന്റെ വാട്ടർ ലോസിന്റെ മെക്കാനിസംസ് ആണ് രണ്ടും പറയുന്നത്. ഇനി എന്തറിയണം? ഗട്ടേഷനും ട്രാൻസ്പിരേഷനും തമ്മിലെ ഡിഫറൻസ് അതും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഓൾറെഡി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്റ്റിൽ ഞാൻ ഇതിപ്പോ പറഞ്ഞുകൊണ്ട് ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ ഞാൻ ജസ്റ്റ് പറയണം ട്രാൻസ്പിരേഷനും ഗട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഗട്ടേഷൻ എന്താണ്? നമുക്കറിയാം ലോസ് ഓഫ് ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ ലോസ് ഓഫ് വാട്ടർ ആണ്. അപ്പോ ലോസ് ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയാൻ പറ്റും. അതേസമയം ട്രാൻസ്പിരേഷൻ എന്താണ്? ലോസ് ഓഫ് വാട്ടർ ഇൻ ദി ഫോം ഓഫ് വേപ്പേഴ്സ്. ഇവിടെ ഡ്രോപ്ലെറ്റ് ആയിട്ടാണ്, അതായത് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. നമ്മുടെ NCERT ഒരു ഇതും ഉണ്ടായിരുന്നു, നമ്മൾ ഒരു സ്റ്റെം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, ഫുള്ളി ടേർജിഡ് ആയിട്ട് തോന്നുന്ന ഒരു സ്റ്റെം ജസ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക്, അല്ലെങ്കിൽ ലീഫ് കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരുന്നത് കാണാൻ പറ്റില്ല. പക്ഷെ ട്രാൻസ്പിരേഷനിൽ നമുക്ക് അങ്ങനെ എൻവയൺമെന്റിൽ അല്ലെങ്കിൽ നേച്ചറിൽ നോക്കിയാൽ നമുക്ക് അങ്ങനെ വാട്ടർ ഇങ്ങനെ പോകുന്നതോ തുള്ളി തുള്ളിയായിട്ട് വരുന്നതോ കാണാൻ പറ്റില്ല. കാരണം അത് ഡയറക്ട്ലി വേപ്പർ ആയിട്ടാണ് ലോസ് ചെയ്യുന്നത്. ലോസ് ഓഫ് വാട്ടർ ഇൻ ദി ഫോം ഓഫ് വേപ്പേഴ്സ്. ഇതാണ് ട്രാൻസ്പിരേഷനിൽ നടക്കുന്നത്. ഇനി ഈ ഗട്ടേഷനിൽ കൂടി ലൂസ് ചെയ്യുന്ന വാട്ടറിൽ, ആ വാട്ടറിന്റെ ക്യാരക്ടർ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഗട്ടേഷനിൽ ഇറ്റ് ഇസ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ആൻഡ് ഈ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഇനോർഗാനിക്കും ഓർഗാനിക്കും ആയിട്ടുള്ള കുറെ സബ്സ്റ്റൻസസ് ഉണ്ടാവും. അപ്പോ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ബോത്ത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. പക്ഷെ ട്രാൻസ്പിരേഷനിൽ എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു വേപ്പർ ആയിട്ടാണ് ലൂസ് ആവുന്നത്. അപ്പൊ പ്യോർ വാട്ടർ മാത്രമേ നമുക്ക് ട്രാൻസ്പിരേഷനിൽ ലൂസ് ആവുന്നുള്ളൂ. ഇനി ഇത് എവിടെയാണ് നടക്കുന്നത്? സൈറ്റ് എവിടെയാന്ന് വെച്ചാൽ ഗട്ടേഷൻ എവിടെയാണ്? അറ്റ് ദി മാർജിൻസ് ആൻഡ് ടിപ്സ് ഓഫ് ലീവ്സ്. അതേസമയം ട്രാൻസ്പിരേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം സർഫസ് അതായത് ലീവ്സിന്റെ സർഫസ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെംസിൽ നിന്നൊക്കെയാണ് വാട്ടർ ലൂസ് നടക്കുന്നത് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്പിരേഷൻ. അപ്പൊ എന്ത് പറയാൻ പറ്റും? ജനറൽ സർഫസ് ഓഫ് ലീവ്സ് ആൻഡ് ചില യങ് സ്റ്റെമ്മില്. യങ് എന്ന് പറയാൻ കാരണം എന്താ? യങ് ആകുമ്പോൾ നമുക്ക് ഗ്രീൻ കളർ സ്റ്റെംസിൽ കിട്ടാം. അങ്ങനെയുള്ള സർഫസ് ഓഫ് സ്റ്റെംസിൽ കൂടി എങ്ങനെ വാട്ടർ ലോസ് സംഭവിക്കാം. ഇനി ഈ രണ്ട് പ്രോസസ്സും എക്സസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറൻസ്? ട്രാൻസ്പിരേഷൻ, അതായത് എക്സസീവ് ട്രാൻസ്പിരേഷൻ നടക്കുകയാണെങ്കിൽ അത് എക്സസീവ് ആയിട്ടാണ് നടക്കുന്നെങ്കിൽ ഇറ്റ് ഇസ് ലീഥൽ ടു ദി പ്ലാന്റ്സ്, അതായത് ഭയങ്കര മോശമാണ് പ്ലാന്റ്സിന്. പക്ഷെ നമ്മുടെ ഗട്ടേഷൻ എക്സസീവ് നടന്നാലും എന്താണ്? ലീഥൽ ആണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രയും ബുദ്ധിമുട്ടുള്ള കേസ് അല്ല. എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കോസ് ലോസ് ഓഫ് ടർജിഡിറ്റി. കാരണം എന്താ? ഇവിടെ പ്യോർ വാട്ടർ അല്ല ലോസ് ആവുന്നത്, പകരം ഒരു ചെറിയ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് ഓഫ് ബോത്ത് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസ്. ആൻഡ് എക്സസീവ് ആയിട്ട് നടക്കാനുള്ള കേസസും ഇല്ല. കാരണം എന്താ? റൂട്ട് പ്രഷർ കൂടുതലായിരിക്കണം ദാൻ ട്രാൻസ്പിരേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ കേസസിൽ മാത്രമേ ഗട്ടേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ഗട്ടേഷനും ട്രാൻസ്പിരേഷനും തമ്മിലെ ഡിഫറൻസ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് which of the following is an example of imbibition? Option A, uptake of water by root hair, exchange of gases in stomata, swelling of seed when put in soil, opening of stomata. ഇതിൽ ഏതാണ് ഇംബിബിഷന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിരുന്നു MCQ. അപ്പോ എന്താണ് ഇംബിബിഷൻ? അപ്പോ അത് അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ്. ഇംബിബിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് എന്താണ്? നമ്മുടെ വാട്ടറിനെ അഡ്സോർബ് ചെയ്ത് വെക്കാണ് ഏതൊരു സബ്സ്റ്റൻസും. അതായത് ഒരു സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ സോളിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? വാട്ടറിനെ അതിന്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാണ്ട് തന്നെ എന്ത് പറ്റുന്നു? ഈ സോളിഡ് പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്തതിന് കാരണം കൊണ്ട് നമ്മുടെ വോളിയം ഇൻക്രീസ് ആവാൻ ഇത് ലീഡ് ചെയ്യുന്നു. ഇത്രയും കാര്യം ആണ് ഏതിൽ വരുന്നത്? ഇംബിബിഷൻ എന്ന പ്രോസസ്സിൽ വരുന്നത്. വാട്ടർ ഇസ് അബ്സോർബ്ഡ്
by solid particles, causing them to increase in volume without forming solution. ഇതാണ് ഇംബിബിഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ച് പറയേണ്ടത്, അല്ലെങ്കിൽ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇത് എവിടെയാണ് നടക്കുന്നത്? നമുക്ക് സീഡ്സ് അല്ലെങ്കിൽ ഡ്രൈ വുഡ് ചില സമയം ഇതേപോലെ വാട്ടർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് സൊല്യൂഷൻ ഫോം ചെയ്യാണ്ട് തന്നെ നമ്മുടെ ഡ്രൈ വുഡ് വാട്ടർ അബ്സോർപ്ഷന് ശേഷം കുറച്ചും കൂടി വോളിയം ഇൻക്രീസ് ചെയ്ത് കുറച്ചും കൂടി തിക്ക് ആയിട്ട് മാറും. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇംബിബിഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഡ്രൈ വുഡ് അല്ലെങ്കിൽ സീഡ്സ് ഇതേപോലെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, ആൻഡ് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ അബ്സോർബ് ചെയ്ത വാട്ടറും കൊണ്ട് വേറെ സൊല്യൂഷൻ ഒന്നും ഫോം ചെയ്യാൻ പോകുന്നില്ല, വാട്ടർ അതേപോലെ തന്നെ കിടക്കും. അപ്പോ ഇതിലെ ഓപ്ഷൻസ് എന്താ തന്നിരിക്കുന്നത്? ഓപ്ഷൻസ് ആദ്യം തന്നിരിക്കുന്നത് അപ്ടേക്ക് ഓഫ് വാട്ടർ ബൈ റൂട്ട് ഹെയർ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് റൂട്ട് ഹെയർ വഴി നമ്മുടെ വാട്ടർ അപ്ടേക്ക് നടക്കുന്നത് നമുക്ക് ഇംബിബിഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അത് പ്രൈമർലി എന്ത് കാരണമാണ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോ ഇവിടെ ഇംബിബിഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അല്ല, ഓസ്മോസിസ് ആണ് നടക്കുന്നത് ഡ്യൂറിങ് അപ്ടേക്ക് ഓഫ് വാട്ടർ ബൈ റൂട്ട് ഹെയർ. ഇനി സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റയിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത് എങ്ങനെയാണ്? ഡിഫ്യൂഷൻ വഴിയാണ്, അല്ലാണ്ട് ഇംബിബിഷൻ വഴിയല്ല. ഇനി സ്വെല്ലിംഗ് ഓഫ് സീഡ് വെൻ പുട്ട് ഇൻ സോയിൽ. അപ്പോ സീഡ് നമ്മൾ സോയിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വെല്ലപ്പ് ആവും, നമുക്കറിയാം. ഇതെങ്ങനെയാണ്? കാരണം നമ്മുടെ സീഡ് സർഫസ് അബ്സോർപ്ഷൻ ചെയ്യും നമ്മുടെ വാട്ടറിനെ, ആൻഡ് ഇതിന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്ത് വെച്ചാൽ എന്ത് പറ്റും? നമ്മുടെ സീഡ് പോട്ട് സ്വെല്ല് ചെയ്യുന്നു. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പഠിക്കുന്നത്? എങ്ങനെയാണ് സീഡ് ജെർമിനേഷൻ പഠിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിക് സ്റ്റെപ്പാണ് എന്താണ്? വിത്ത് ഹെൽപ്പ് ഓഫ് ഇംബിബിഷൻ. അപ്പൊ ഇംബിബിഷൻ ഇസ് ദി ഇനിഷ്യൽ സ്റ്റെപ്പ് ഇൻ സീഡ് ജെർമിനേഷൻ. ഇതിന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ചെറിയ സീഡ് ആയിരുന്നു, ആൻഡ് സീഡ് പതുക്കെ പ്ലുമിയോളും റാഡിക്കിളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വലുതായി ഫൈനലി ഒരു പ്ലാന്റ് ആവാണ്. അപ്പൊ സീഡ് ജെർമിനേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ ഏറ്റവും ഫസ്റ്റ് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇംബിബിഷൻ ആണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമേറ്റ. അപ്പൊ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ നമുക്കറിയാം ഗാർഡ് സെൽസിന്റെ കൺട്രോൾ ആണ് ഇരിക്കുന്നത്. ആൻഡ് ഈ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? ഓസ്മോസിസ് ആണ് നടക്കുന്നത്, അല്ലാണ്ട് ഇംബിബിഷൻ അല്ല. അപ്പൊ 6th ക്വസ്റ്റ്യൻ ആൻസർ എന്ത് പറയാൻ പറ്റും? അപ്ടേക്ക് ഓഫ് വാട്ടർ ബൈ റൂട്ട് ഹെയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്ത്? ഓസ്മോസിസ് ആണ്. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എങ്ങനെയാണ്? ഡിഫ്യൂഷൻ വഴിയാണ്. സ്വെല്ലിംഗ് ഓഫ് സീഡ് ഇംബിബിഷൻ ആണ്. ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമേറ്റ അഗെയിൻ ഓസ്മോസിസ് വഴിയാണ് നടക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഗാർഡ് സെൽസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് കടക്കുകയാണെങ്കിൽ when a plant undergoes senescence the nutrients may be. അപ്പോ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാണ്. കാരണം എന്താ? ഒരു പ്ലാന്റ് ഇസ് ഗോയിങ് ടു ഡൈ, അല്ലെങ്കിൽ അത് ഏജിങ് ഓൾറെഡി ആയി, മെച്ചോർഡ് ആയി. ഇനി ഈ പ്ലാന്റിന് നമുക്കറിയാം ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ടാവും. ഇനി ഈ പ്ലാന്റ് സെനസെൻസ് അണ്ടർഗോ ചെയ്ത് ഡെത്ത് ആവാൻ പോവാണെങ്കിൽ ഈ ഇതിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ന്യൂട്രിയൻസിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്ത് പറ്റും? ഈ ന്യൂട്രിയൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മിനറൽസോ കാർബോഹൈഡ്രേറ്റ്സ്. കാരണം ആ പ്ലാന്റ് ഉണ്ടാക്കിയ ഫുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റൂട്ട് ഹെയർ വഴി അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ ഓസ്മോസിസ് വഴി എടുത്ത, അല്ലെങ്കിൽ വലിച്ചെടുത്ത എന്താവാം? മിനറൽസ് ആവാം. അപ്പൊ ഇവരെന്ത് പറ്റും? നമ്മുടെ സെനസെൻസ് ആയ പാർട്ട്, അല്ലെങ്കിൽ ഏജിങ് ആയ പാർട്ട്. ഫോർ എക്സാമ്പിൾ ഈ ഡയഗ്രത്തിൽ ഇപ്പൊ ഒരു ഓൾഡ് ഡൈയിങ് ലീഫ് ഉണ്ട്, ഇവിടെ ഒരു യങ് ലീഫ് ഉണ്ട്. അപ്പൊ ഈ ലീഫ് ഓൾറെഡി ഓൾറെഡി ഡെത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആവുമ്പോ ഈ പ്ലാന്റിനറിയാം ഇത് എത്രയും പെട്ടെന്ന് ഇപ്പൊ കൊഴിഞ്ഞു പോകും, ഡെത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഇതിലുള്ള മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും, അതായത് ഇൻ ടോട്ടൽ ന്യൂട്രിയൻസും ഒക്കെ പതുക്കെ ട്രാൻസ്ലൊക്കേറ്റഡ് ആയി എങ്ങോട്ട് പോകും? ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോകും, അതായത് ബാക്കിയുള്ള പാർട്സിലേക്ക് പോകും. ലൈക്ക് എന്തെങ്കിലും ബഡ് ഗ്രോ ചെയ്യുന്ന അങ്ങോട്ട്, ഗ്രോത്തിന്റെ സമയത്ത് എക്സ്ട്രാ മിനറൽസും ഫുഡൊക്കെ ആവശ്യമുണ്ട് അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ യങ് ലീഫ്, അതിനും ഗ്രോത്തിന് എന്തിന്റെ ആവശ്യമുണ്ട്? ഈ ന്യൂട്രിയൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് പോവാം. ഇപ്പോ സെനസെൻസിന്റെ സമയത്ത് നമുക്ക് ഓൾഡ് ഡൈയിങ് ലീഫിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഇവരുടെ ക്ലോറോഫിൽ ലോസ് സംഭവിക്കാം. ഇനി RNA
ഡി പ്രോട്ടീനും ഒക്കെ എങ്ങനെ പറ്റും, അതിന്റെയും ലോസ് സംഭവിക്കാം. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ട് സംഭവിക്കാം, ആവശ്യമുള്ളിടത്തേക്ക് പോകുന്ന ട്രാൻസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സംഭവിക്കാം. ഇനി ഫൈനലി ആബ്സിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലീഫ് ചാവാൻ പോകുന്ന ലീഫ് ഇവിടുന്ന് അറ്റു പോവാണ് അല്ലെങ്കിൽ പൊഴിഞ്ഞു പോവാണ്, അങ്ങനെയും സംഭവിക്കാം. ആബ്സിഷൻ ഓഫ് ലീഫും സംഭവിക്കാം ഫൈനലി. അപ്പോ ഇതിന് ആൻസർ എന്ത് പറയാൻ പറ്റും? അക്യുമുലേറ്റഡ് ആയിരിക്കോ? ഇല്ല. കാരണം എന്താ, അങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ട് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും ന്യൂട്രിയൻസ് ഒന്നും. ബൗണ്ട് ടു സെൽ വാൾ ആയിരിക്കോ? ഇല്ല. ഇനി ട്രാൻസ്ലൊക്കേറ്റഡ് ആയിരിക്കോ? അതാണ് ഇതിന്റെ ആൻസർ. നൺ ഓഫ് ദീസ് അല്ല, ട്രാൻസ്ലൊക്കേറ്റഡ് ആവും നമ്മുടെ സെനസെൻസ് ആവുന്ന പ്ലാന്റ്സ്. ഇനി ഇൻ കേസ് ചില പ്ലാന്റ്സ് എന്ത് പറ്റും, നമ്മുടെ ഹോൾ പ്ലാന്റ് സെനസെൻസ് അണ്ടർഗോ ചെയ്യും. ഇങ്ങനെ ഒരു പാർട്ട് ആയിട്ടല്ല, ഹോൾ പ്ലാന്റ് എങ്ങനെ പറ്റും? അതായത് നമുക്കറിയാം പെരനിയൽ പ്ലാന്റ്സ് ഉണ്ട്, ആനുവൽ പ്ലാന്റ്സ് ഉണ്ട്. പെരനിയൽ പ്ലാന്റ്സിന്റെ കേസിൽ എങ്ങനെയാണ്, അവര് എപ്പോഴും ഉണ്ടാവും, കുറെ കാലം ജീവിക്കുന്ന പ്ലാന്റ്സ് ആണ് പെരനിയൽ പ്ലാന്റ്സ്. ആൻഡ് ആനുവൽ പ്ലാന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ചിലപ്പോൾ ഡെത്ത് സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സിൽ ഹോൾ പ്ലാന്റ് സെനസെൻസ് അണ്ടർഗോ ചെയ്ത് ഹോൾ പ്ലാന്റ് മരിക്കാൻ പോവാണെന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ നമുക്കിനി ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ആരുമില്ല, പുതിയ ഗ്രോയിങ് പാർട്ടോ അങ്ങനത്തെ റീജിയൻസോ ഒന്നുമില്ല. അപ്പൊ എന്ത് പറ്റും, ഈ ന്യൂട്രിയൻസ് ഒക്കെ ഒന്നിക്കൽ യൂസ്ഡ് അപ്പ് ആവും, അതായത് കംപ്ലീറ്റ്ലി അവർ തന്നെ ഉപയോഗിച്ച് തീർത്തിട്ട് അവർ പതുക്കെ ഡെത്തിലേക്ക് പോകും. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ സെൽ വാളിലേക്ക് ബൈൻഡ് ആവും ആൻഡ് അതവിടെ അക്യുമുലേറ്റ് ആവും. അപ്പൊ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അക്യുമുലേഷൻ അല്ലെങ്കിൽ ബൗണ്ട് സെൽ വാൾ ആയി കാണുന്നത് ഏത് കേസിലാണ്? നമ്മുടെ ആനുവൽ പ്ലാന്റ്സ് ഹോൾ പ്ലാന്റ് അണ്ടർഗോ ഡെത്ത് അണ്ടർഗോ ചെയ്യാൻ പോകുമ്പോഴാണ് ബാക്കിയുള്ള കേസസ് സംഭവിക്കാം. അപ്പൊ ഫൈനൽ ആൻസർ എന്താ? ഓപ്ഷൻ സി, ട്രാൻസ്ലൊക്കേറ്റഡ്. ഇനി 8th ക്വസ്റ്റ്യൻ, വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഈ വാട്ടർ പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ വാട്ടർ പൊട്ടൻഷ്യൽ ആദ്യ ചോദിച്ചിരിക്കുന്നത് പ്യുവർ വാട്ടറിന്റെ ആൻഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റും, എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ അറിഞ്ഞിരിക്കണം. എന്താണ്, നമ്മുടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്താൽ അതില് എത്രയാണ് ഫ്രീ എനർജി അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ, ഒന്നിക്കൽ നമ്മൾ മെഷർ ഓഫ് കോൺസെൻട്രേഷൻ എടുക്കുക ആൻഡ് അതിൽ എത്ര ഫ്രീ എനർജി ഓഫ് വാട്ടർ ഉണ്ടെന്ന് ആ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുപിടിക്കുക പെർ യൂണിറ്റ് വോളിയം. അപ്പൊ ഇതിനെ വാട്ടർ പൊട്ടൻഷ്യലിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രഷറിന്റെ യൂണിറ്റിലാണ്, ലൈക്ക് പാസ്കൽ. ഇത്ര വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പാസ്കലിന്റെ യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഒരു സിസ്റ്റത്തിന് ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ആ സിസ്റ്റത്തിന് എന്ത് ഹൈ ആയിരിക്കണം? ഒന്നിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഹൈ ആയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ടും കാര്യങ്ങളൊന്നുമല്ല, അതിൽ എത്രത്തോളം വാട്ടർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കണം ആൻഡ് കൈനറ്റിക് എനർജി, നമ്മുടെ ആ വാട്ടർ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ മോളിക്യൂൾസും ഹൈ ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ പറയും. ഇനി ഒരു സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സൊല്യൂഷൻ ആദ്യം ഉണ്ടാക്കണമെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ വാട്ടർ മാത്രമുള്ള സിസ്റ്റത്തിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുക. അപ്പൊ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ മോളിക്യൂൾസിനോട് അറ്റാച്ച് ചെയ്യും ആര്? സം വാട്ടർ മോളിക്യൂൾസ് ഗെറ്റ് ബൗണ്ട് ടു ദി സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അപ്പൊ ഇങ്ങനെ സൊല്യൂട്ടുമായിട്ട് ബൈൻഡ് ആവുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ കൈനറ്റിക് എനർജി, ആദ്യം വാട്ടർ ഫ്രീ ആയിരുന്നു, എല്ലാ മോളിക്യൂൾസും വാട്ടർ മാത്രമായിരുന്നു, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഉള്ള സിസ്റ്റം ആയിരുന്നു. ഇപ്പൊ അതിലേക്ക് 2-3 സൊല്യൂട്ട് വന്നാൽ അവിടെ സൊല്യൂട്ടിനേക്കുള്ള ബൈൻഡിങ്ങും അറ്റാച്ച്മെന്റും ഒക്കെ തുടങ്ങും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ കൈനറ്റിക് എനർജി റെഡ്യൂസ്ഡ് ആവും എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ഒരു തടിച്ച തിക്കായിട്ടുള്ള സാധനമാണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ അതിനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൊബിലിറ്റി നഷ്ടപ്പെടും, നമ്മുടെ കൈനറ്റിക് എനർജി നഷ്ടപ്പെടും, നമ്മൾ ഇൻ ദ സെൻസ് വാട്ടർ മോളിക്യൂൾസിന്റെ. അപ്പോ നമ്മുടെ ഫ്രീ വാട്ടർ മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ എന്ത് പറ്റും? അതും കുറയും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വാട്ടർ പൊട്ടൻഷ്യൽ ലോവേഡ് ആയി നമുക്ക് പറയാൻ പറ്റും, കുറഞ്ഞു നമുക്ക് പറയാൻ പറ്റും. ഇനി ഇൻ ദ കേസ് ഓഫ് പ്യുവർ വാട്ടർ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൽ ഡിസോൾവ് ആയിട്ടുള്ള ഒരു സൊല്യൂട്ട്സും ഇല്ല. അപ്പൊ അതിന് മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും, എല്ലാം ഹൈയസ്റ്റ് ആയിരിക്കും. വാട്ടർ പൊട്ടൻഷ്യൽ ഇസ് ദ ഹൈയസ്റ്റ്. അപ്പൊ ഏതിന്? ഇൻ ദ കേസ് ഓഫ് പ്യുവർ വാട്ടർ. ആൻഡ് അതിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്,
ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 0 പാസ്കൽ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോ നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് എന്ന് പറയുന്ന ലെവല് 0 ആണ്. കാരണം എന്താ, പ്യോർ വാട്ടറിന്റെ കേസിലാണ് ഇത് പറയുന്നത്. ആൻഡ് പ്യോർ വാട്ടറിന് സൊല്യൂട്ട് ഒരു തരി പോലും ഇല്ല നമുക്ക് അറിഞ്ഞിരിക്കും. പിന്നെ ആൻസർ എന്താ? ഓപ്ഷൻ സി 0. പ്യോർ വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലെ വാട്ടർ പൊട്ടൻഷ്യൽ 0 ആണ് എവിടെയെങ്കിലും എഴുതി വെക്കാം. ഇനി 9th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. മൈക്കറൈസ ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് റൂട്ട് സിസ്റ്റം വിച്ച് ഹെൽപ്സ് ഇൻ. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഓപ്ഷൻ ബി മിനറൽ ന്യൂട്രീഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ലൊക്കേഷൻ, ഓപ്ഷൻ ഡി ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഇതിൽ ഏതിനാണ് മൈക്കറൈസ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം ഫംഗസ് നമ്മുടെ പ്ലാന്റിന്റെ റൂട്ട്സിൽ കുറച്ച് ഫംഗസ് വന്ന് അറ്റാച്ച് ചെയ്യും ആൻഡ് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്യും. അതിനെ നമ്മൾ മൈക്കോറൈസ എന്ന് വിളിച്ചു. ഇനി ഈ പിക്ചർ അധികം ക്ലിയർ അല്ല, പക്ഷെ ഇവിടെ നമുക്ക് പല പല അറ്റാച്ച്മെന്റും കാണാൻ പറ്റും ഇൻ കേസസ് വിത്ത് മൈക്കോറൈസ. അങ്ങനെ ആ അറ്റാച്ച്മെന്റ് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഫംഗൽ കോമ്പണന്റ് ഉണ്ട്. മൈക്കോറൈസ നമുക്കറിയാം റൂട്ട് സിസ്റ്റത്തിൽ ഫംഗസ് അറ്റാച്ച് ചെയ്യണം. ഈ ഫംഗസിന്റെ ഹൈഫേ ഉണ്ടല്ലോ, ഹൈഫേ എന്ത് വന്ന് അറ്റാച്ച് ചെയ്യും? നമ്മുടെ റൂട്ട് സർഫസിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ടിന്റെ അബ്സോർപ്ഷൻ ഉള്ള സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മോർ വാട്ടറും മോർ ബാക്കിയുള്ള മിനറൽസും വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ഹെൽപ്പ് ചെയ്യും? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മൈക്കോറൈസ ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഇനി ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് എന്താ? മിനറൽ ന്യൂട്രീഷൻ ആണ്. മിനറൽ ന്യൂട്രീഷന്റെ കേസ് എടുത്ത് നോക്കിയാലും നമ്മുടെ സോയിലുള്ള ഫോസ്ഫേറ്റിന്റെ കേസസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഫംഗൽ കോമ്പണന്റ് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഫോസ്ഫേറ്റ് മൊബിലൈസേഷനും മെറ്റബോളിസത്തിനൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കുറച്ചും കൂടി പ്ലാന്റ്സിന് അബ്സോർബിൾ ഫോംസിലേക്കാക്കി എന്ത് ചെയ്യും? മിനറൽ ന്യൂട്രീഷനും ഇംപ്രൂവ് ചെയ്യും നമ്മുടെ ഹൈഫേ ഓഫ് ദി ഫംഗൽ കോമ്പണന്റ്. അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്ന മിനറൽ ന്യൂട്രീഷനും എന്താന്ന് പറയാൻ പറ്റും? അതും കറക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ട്രാൻസ്ലൊക്കേഷൻ ആണ്. ട്രാൻസ്ലൊക്കേഷൻ പ്ലാന്റ്സിന്റെ കേസ് എടുത്ത് നോക്കിയാൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫ്ലോയം എന്ന് പറഞ്ഞൊരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ആൻഡ് ഈ ഹെൽപ്പോട് കൂടി നമ്മുടെ ഓർഗാനിക് സോൾവെന്റ്സും കാര്യങ്ങളൊക്കെ വിത്തിൻ ദ പ്ലാന്റ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഫംഗസിനെ കൊണ്ട് അതിന് വല്ല എഫക്റ്റും ഉണ്ടാവുന്നുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കാരണം എന്താ? ഫംഗസ് ജസ്റ്റ് റൂട്ട് സർഫസിൽ അറ്റാച്ച് ചെയ്ത് സർഫസ് ഏരിയ കൂട്ടാം, അല്ലെങ്കിൽ മാക്സിമം പോയിട്ട് ന്യൂട്രീഷൻ കൂട്ടാം ബൈ ഹെൽപ്പിംഗ് വിത്ത് ഫോസ്ഫേറ്റ് മൊബിലൈസേഷൻ. അല്ലാണ്ട് ഹോൾ പ്ലാന്റിൽ റൂട്ടിൽ നിന്ന് ലീഫ് വരെയൊന്നും ഇതിന്റെ അറ്റാച്ച്മെന്റ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ട്രാൻസ്ലൊക്കേഷൻ ഫംഗസും ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഗേഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ്? പ്ലാന്റ്സിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ലീഫിലെ സ്റ്റൊമേറ്റയിൽ കൂടിയാണ്. അതിലും നമ്മുടെ മൈക്കോറൈസക്ക് പ്രത്യേകിച്ച് റോൾ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ട്രാൻസ്ലൊക്കേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചും റോൾ ഇല്ല നമ്മൾ കണ്ടു. ഇതിന്റെ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബിയിലാണ് എന്ത് നമ്മുടെ മൈക്കോറൈസ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ 9th ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി, ഓപ്ഷൻ സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു ഫിഗർ തന്നിട്ടുണ്ട് ആൻഡ് ഈ ഫിഗർ വെച്ച് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്. അപ്പോ എയില് പ്രത്യേകത എന്താ? അവിടെ സൊല്യൂട്ട് മോളിക്യൂള് കുറവാണ്, വാട്ടർ മോളിക്യൂൾ അപ്പൊ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആൻഡ് ബിയില് എങ്ങനെയായിരിക്കും? ബിയിലും സൊല്യൂട്ട് കൂടുതലാണ്, അപ്പൊ അവിടെ വാട്ടർ മോളിക്യൂൾ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മോർ സൊല്യൂട്ട്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലോ? അപ്പോ ഞാൻ പറയട്ടെ, ഓപ്ഷൻ എ തന്നിരിക്കുന്നത് എന്താ? മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് വിൽ ടേക്ക് പ്ലേസ് ഫ്രം ചേംബർ എ ടു ചേംബർ ബി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഇങ്ങനെ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ തന്നിരിക്കുന്ന അവസ്ഥയിൽ സൊല്യൂട്ടിന്റെ മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഏത് പ്രോസസ്സ് വഴിയായിരിക്കും നടക്കുന്നത്? അതായത് പാസിവ്ലി, ഇവിടെ എക്സ്റ്റേണൽ പ്രഷറോ ഫോഴ്സോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ പാസിവ്ലി എന്തായിരിക്കും നടക്കുക? നമുക്കറിയാം സോൾവെന്റ് കൂടുതൽ, അതായത് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് കുറവ് കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് നമ്മുടെ സോൾവെന്റ്സ് മൂവ് ചെയ്യും. ഇനി സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ആര് പ്രിവെന്റ് ചെയ്യും? നമ്മുടെ സെമി പെർമിബിൾ മെംബ്രെയിൻ പ്രിവെന്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് സെമി പെർമിബിൾ മെംബ്രെയിൻ. അപ്പൊ ഇവിടെ ആകെ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫർ എന്തായിരിക്കും? നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പോ ഇതില് വാട്ടർ എവിടെയായിരിക്കും കൂടുതൽ? നമുക്കറിയാം
വാട്ടർ കൂടുതൽ എയിലാണ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് കുറവ് ഏതിലായിരിക്കും? നമ്മുടെ ബിയിലാണ്. കാരണം എന്താ, കൂടുതൽ സ്ഥലവും സൊല്യൂട്ട് വന്ന് ഓക്യുപ്പൈ ചെയ്തുകൊണ്ട് അവിടുത്തെ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ വാട്ടർ അനുസരിച്ച് കുറവായിരിക്കും. ഇനി ഇതില് മൂവ്മെന്റ് എങ്ങോട്ടാണ് കാണാൻ പറ്റുക? സോൾവെന്റ് മോളിക്യൂൾസ് എയിൽ കൂടുതലാണ്, ബിയിൽ കുറവാന്ന് തോന്നും. അപ്പോൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോവും. അപ്പോ ഇതിൽ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ടേക്ക് പ്ലേസ് ഫ്രം ചേംബർ എ ടു ബി. ഇനി ഓപ്ഷൻ ബി തന്നിരിക്കുന്ന, ഓപ്ഷൻ എ തന്നിരിക്കുന്ന എന്താ? മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ടേക്ക് പ്ലേസ് ഫ്രം ചേംബർ എ ടു ബി. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബി ചോദിച്ചിരിക്കുന്നത് എന്താ? മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് വിൽ ടേക്ക് പ്ലേസ് ഫ്രം എ ടു ബി. ഇവിടെ നിന്നുള്ള സൊല്യൂട്ട് ഇങ്ങോട്ടും കൂടി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ കാരണം? എന്താന്ന് പറഞ്ഞാല് എന്താണ്, ഇവിടെ സെമി പെർമബിൾ മെംബ്രെയിൻ സൊല്യൂട്ടിന് പോവാൻ അനുവദിക്കില്ല. അപ്പോ അതിന്റെ മൂവ്മെന്റ് അലൗഡ് അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? ഇൻകറക്റ്റ് ആയി. അപ്പൊ അങ്ങനെ മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് നടക്കില്ല. സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇൻ ഓസ്മോസിസ് മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ആണ് എന്ത് അക്രോസ് ദ സെമി പെർമബിൾ മെംബ്രെയിൻ അലൗഡ് ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വോണ്ട് അലൗ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ടു പാസ് ത്രൂ. ആൻഡ് അതുകൊണ്ട് മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഫ്രം എ ടു ബി. ഇനി ഓപ്ഷൻ സി തന്നിരിക്കുന്നത് പ്രസൻസ് ഓഫ് സെമി പെർമബിൾ മെംബ്രെയിൻ ഇസ് എ പ്രീ റെക്വിസിറ്റ് ഫോർ ദിസ് പ്രോസസ് ടു അക്കർ. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൊല്യൂട്ടിന്റെ സോൾവെന്റിന്റെ മൂവ്മെന്റ് ആണ് അക്രോസ് നമ്മുടെ സെമി പെർമബിൾ മെംബ്രെയിൻ. അപ്പോ ഓസ്മോസിസ്, ഇത് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിച്ചു. ആൻഡ് ഓസ്മോസിസിന് ഏറ്റവും വലിയ പ്രീ റെക്വിസിറ്റ്സ് എന്താണ്? ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ ഉണ്ടാവാന്നുള്ളത്. അതായത് ഒരു മെംബ്രെയിൻ മിനിമം ആവശ്യമുണ്ട് ഏതിന്? രണ്ട് സിസ്റ്റത്തിന്റെ നടുക്ക്, വിച്ച് സെലക്ടീവ്ലി അലൗസ് സബ്സ്റ്റൻസ് ടു പാസ് ത്രൂ. അതായത് സെലക്ടീവ്ലി, അതായത് സെമി പെർമബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ ആയിരിക്കണം. ഇനി ഓപ്ഷൻ ഡി എന്താ തന്നിരിക്കുന്നത്? ഡിറക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ഓസ്മോസിസ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ദി പ്രഷർ ഗ്രേഡിയന്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതായത് നമ്മുടെ ഓസ്മോസിസ് നടക്കുന്നുണ്ട്, ആൻഡ് ഈ ഓസ്മോസിസിന്റെ റേറ്റും ഡിറക്ഷനും ആരിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മുടെ പ്രഷർ ഗ്രേഡിയന്റും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും. അതെങ്ങനെയാണ്? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ, ഇതിൽ ഞാനിപ്പോ ഡിസൈഡ് ചെയ്യാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു സോൾവെന്റ് മോളിക്യൂൾസ് എന്ന് ബിയിലേക്ക് പോകുന്നത്. ഇത് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഓരോന്നിലും എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, എത്ര മാത്രമാണ് പ്രഷർ ഗ്രേഡിയന്റ്. ഇനി അക്രോസ് അല്ലെങ്കിൽ ഡൗൺ ദ ഗ്രേഡിയന്റ് ആണ് മൂവ്മെന്റ് നടക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യും ആര്? പ്രഷർ ഗ്രേഡിയന്റിനെയും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെയും. അപ്പോ ആ ഓപ്ഷനിലെ സൊല്യൂഷൻ, ആ ഓപ്ഷന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓൾവേസ് അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ് ഓസ്മോസിസിൽ നടക്കുന്നത്. ആൻഡ് ഈ ഓസ്മോസിസിൽ എന്തുണ്ട്? നമുക്കൊരു സെമി പെർമബിൾ മെംബ്രെയിനും ഉണ്ട്. ആൻഡ് ഈ സെമി പെർമബിൾ മെംബ്രെയിൻ കൊണ്ട് നമ്മുടെ സെപ്പറേറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഓസ്മോസിസ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് നടക്കും. ആൻഡ് ഡിറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ഇസ് ഓൾവേസ് ഫ്രം ഡൈല്യൂട്ട് ആയിരിക്കുന്ന സ്ഥലം. അതായത് ഡൈല്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടറിന്റെ മോളിക്യൂൾസിന്റെ നമ്പർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വാട്ടർ മോളിക്യൂൾസ് കുറവില്ല, അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തുവരും? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ ബി. കാരണം എന്താ? സെമി പെർമബിൾ മെംബ്രെയിൻ വോണ്ട് അലൗ ദി മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട് അക്രോസ് ദം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതെന്തായിരിക്കും? ലീഫ് എന്ന് വന്നിട്ടുണ്ട്. ലീഫില് മാച്ച് ചെയ്യണമെങ്കിൽ ആന്റി ട്രാൻസ്പെറന്റും ലീഫും പ്രത്യേകിച്ച് ഒരു ബന്ധമൊന്നുമില്ല. ആൻഡ് ബി തന്നിരിക്കുന്നത് എന്താ? ലീഫ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്താണ്? ലീഫിലെ കൂടിയാണ് ട്രാൻസ്പിറേഷൻ നടക്കുന്നത് നമുക്കറിയാം. ആൻഡ് സർഫസ് ഏരിയ ഓഫ് ലീവ്സ് കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്പിറേഷനും കൂടും നമുക്കറിയാം. അപ്പൊ ലീഫും ട്രാൻസ്പിറേഷൻ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇനി സീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സീഡ് എങ്ങനെയായിരിക്കും? സീഡ് നെഗറ്റീവ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഒരു റിലേഷൻ ഇല്ല, ആന്റി ട്രാൻസ്പെറന്റ് റിലേഷൻ ഇല്ല. ഇനി ഇംബിബേഷൻ ഉണ്ട്, അബ്സോർപ്ഷനും ഉണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ സീഡ് ജെർമിനേഷൻ ഫസ്റ്റ് ഇനിഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് ഇംബിബേഷൻ ആണ്. അപ്പൊ അത് ഉദ്ദേശിച്ച് നമുക്ക് സീഡിനെ ഇംബിബേഷനെ മാർക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്ക് ചെയ്ത ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ. ഇനി സി ഓപ്ഷൻ എന്താ വന്നിരിക്കുന്നത്? സി തന്നിരിക്കുന്നത് റൂട്ട്സിനെയാണ്. റൂട്ട്സിൽ ഇതിൽ ഏതൊക്കെ ആയിരിക്കാം? ആന്റി ട്രാൻസ്പെറന്റും റൂട്ടും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. രണ്ട് ഓപ്ഷൻ ഓൾറെഡി ടേക്കൺ അവേ ആണ്. നെഗറ്റീവ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും റൂട്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇനി അബ്സോർപ്ഷൻ നമുക്കറിയാം. റൂട്ട് എന്താണ്? മിനറൽസിനൊക്കെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
ആൻഡ് റൂട്ടിന്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോറൈസൽ അസോസിയേഷൻ നമുക്കറിയാം അബ്സോർപ്ഷന്റെ റേറ്റും നമുക്ക് അതിനനുസരിച്ച് കൂടുന്നറിയും, സർഫസ് ഏരിയ ഡിഗ്രീസ് ഉണ്ട്. ഇനി ഓപ്ഷൻ ഡി എന്താ വന്നിരിക്കുന്നത്? ആസ്പിരിൻ. ആസ്പിരിൻ അറിഞ്ഞിരിക്കുക, ഒരു ഫാക്ട് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആസ്പിരിൻ ഇസ് എൻ ആന്റി ട്രാൻസ്പിരന്റ്, അതായത് ട്രാൻസ്പിറേഷന് അഗേൻസ്റ്റ്, അതായത് ട്രാൻസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്യൂളാണ് ആസ്പിരിൻ. ഇനി ഓപ്ഷൻ ഇ എന്താണ്? പ്ലാസ്മോലൈസ്ഡ് സെൽ. പ്ലാസ്മോലൈസ്ഡ് സെൽ നമുക്ക് ഏതിനോട് മാർക്ക് ചെയ്യാൻ പറ്റും? തേർഡ് ഓപ്ഷൻ, അതായത് നെഗറ്റീവ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയാൻ കാരണം എന്താ? പ്ലാസ്മോലൈസിസ് നടക്കുന്നത് ഏത് കേസിലാണ് നമ്മൾ പറഞ്ഞത്? പ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ പ്രോട്ടോപ്ലാസം ഷ്രിങ്ക് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ? നമ്മൾ ഒരു സെൽ എടുത്തു, ആ സെൽ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഇട്ടു. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിറച്ചും സോൾട്ട് കൂടിയ, അതായത് സൊല്യൂട്ട്സ് അത്രയും കൂടുതലുള്ള അവസ്ഥ. ഇവിടെ ഫുൾ സോൾട്ടും സൊല്യൂട്ടും ഒക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ സൊല്യൂട്ട് കൂടിയ അവസ്ഥയാണ്. അപ്പൊ എന്താ? വാട്ടറിന്റെ കോൺസെൻട്രേഷൻ, അതായത് വാട്ടർ മോളിക്യൂൾ, വാട്ടർ കോൺസെൻട്രേഷൻ ചിലപ്പോൾ മിസ്ലീഡിങ് ആവും. ജസ്റ്റ് വാട്ടർ മോളിക്യൂൾസ് ഇവിടെ എങ്ങനെയാണ്? കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു വിത്തിൻ ദിസ് സെൽ. അപ്പൊ ഇവിടെ വാട്ടർ മോളിക്യൂൾസ് കൂടുതലായിരിക്കും. അപ്പോൾ ഓസ്മോസിസ് വഴി എങ്ങനെ നാച്ചുറൽ പാസീവ് മൂവ്മെന്റ് നടക്കും ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. അപ്പൊ ഇതിലത്തെ വാട്ടർ ഒക്കെ നമുക്ക് പുറത്തു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഇട്ടിട്ട് സെല്ല് എന്ത് പറ്റും? അതിന്റെ സെൽ വാളിന്ന് ഇങ്ങനെ ഷ്രിങ്ക് ആയി പോകും അതിന്റെ പ്രോട്ടോപ്ലാസം. കാരണം എന്താ? പ്രോട്ടോപ്ലാസ്റ്റിലാണ് വാട്ടർ കണ്ടന്റ്. ഈ വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ ഫുള്ള് പുറത്തേക്ക് പോവുകയും ചെയ്തു ബിക്കോസ് ഓഫ് ബീങ് പുട്ട് ഇൻ എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അപ്പൊ എന്ത് പറ്റും? പ്ലാസ്മോലൈസിസ് സംഭവിച്ചു നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്ലാസ്മോലൈസിസ്, ഹൈപ്പർടോണിക് സൊല്യൂഷൻ ഇട്ടു ആൻഡ് അതിൽ നമുക്ക് പ്രോട്ടോപ്ലാസം ഷ്രിങ്കേജ് കാണാൻ പറ്റും ഫ്രം ദി സെൽ വാൾ. ആൻഡ് ഈ പ്രോസസ് നമ്മൾ പ്ലാസ്മോലൈസിസ് എന്ന് വിളിച്ചു. ആൻഡ് പ്ലാസ്മോലൈസ്ഡ് സെല്ലിൽ എന്താ നടന്നത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും എക്സോസ്മോസ്. എക്സോസ്മോസ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ് ഇവിടെ നടന്നത്. വാട്ടർ മോളിക്യൂൾസ് എക്സിറ്റ് അല്ലേ ഫ്രം ദി സെൽ. അപ്പൊ നമ്മൾ ഇതിനെ എക്സോസ്മോസിസ് എന്ന് വിളിക്കും. ആൻഡ് നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന്റെ ലോസ് കാരണം അവിടെ വാട്ടറിന്റെ ലോസ് സംഭവിച്ചു, വാട്ടറിന്റെ കൈനറ്റിക് എനർജി എല്ലാം കുറഞ്ഞു. അപ്പൊ നമുക്ക് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ത് പറ്റി എന്ന് പറയാൻ പറ്റും? നെഗറ്റീവ് ആയി എന്ന് പറയാൻ പറ്റും. അപ്പൊ നെഗറ്റീവ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ആയി എന്ന് പറയാൻ പറ്റും. പിന്നെ പ്ലാസ്മോലൈസ്ഡ് സെൽ. ഈ സ്റ്റേറ്റ്മെന്റും പലതവണ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. ഓപ്ഷൻസിലൊക്കെ തരാണ്ട് ടു ഐഡന്റിഫൈ വെദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ പ്ലാസ്മോലൈസ്ഡ് സെല്ല് നെഗറ്റീവ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ആണ് ബേസിക്കലി അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? A2B4 വരുന്ന A2B4 C5 D1E3 ഇതിലൊക്കെ ഏതായിരിക്കും? അപ്പൊ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. മാച്ച് ദി ഫോളോയിങ്. ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ ഓപ്ഷൻ എ. ഇനി 12th ക്വസ്റ്റ്യൻ, MCQലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ദി മിസ്മാച്ച്ഡ് പെയർ. ഇതിൽ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻ ഗ്രാന്യൂൾ എന്നാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എലയോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ബേസിക്കലി പ്ലാസ്റ്റിക്സിന്റെ 3 ഡിഫറെന്റ് ടൈപ്സ്. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു എന്താണ് പ്ലാസ്റ്റിക്സിന്റെ 3 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പൊ മനസ്സിലേക്ക് വരുന്ന എന്താ? കളർലെസ്. കാരണം ല്യൂക്കോസൈറ്റ് WBC വൈറ്റ് കളർലെസ് എന്ന് വിളിക്കുന്നത് എന്താ? ലൂക്കോ എന്ന് പറഞ്ഞ കളർ കളർലെസ് ആയിട്ട് മാച്ച് ആവുന്നത്. അപ്പൊ ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആയിരിക്കും. ആൻഡ് കളർലെസ് ആണ്, അപ്പൊ കളർ ഒന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള അവസ്ഥയൊന്നും പറ്റില്ല, പക്ഷെ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇനി ക്രോമോപ്ലാസ്റ്റ് എങ്ങനെയാണ്? ഡിഫറെന്റ് കളേഴ്സ് ഉള്ള പ്ലാസ്റ്റിക് ആണ്. ആൻഡ് അത് ഗ്രീൻ അല്ല. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് ആണ് പറയാം. ക്ലോറോപ്ലാസ്റ്റ് ആകുമ്പോൾ ഗ്രീൻ പ്ലാസ്റ്റിക്സ് ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. പക്ഷെ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളേർഡ്. ക്രോം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ കളർഫുൾ ആകുമ്പോൾ എന്താ അതിന്റെ ഫംഗ്ഷൻ? ടു അട്രാക്ട് ആനിമൽസ് ടു ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ്. ഇനി ല്യൂക്കോപ്ലാസ്റ്റിന് ചില സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഈ സ്പെഷ്യലൈസേഷനെ നമ്മൾ ഐദർ ദേ ക്യാൻ ബി മൈലോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ല്യൂറോബ്ലാസ്റ്റ് അല്ലെങ്കിൽ എലയോപ്ലാസ്റ്റ്. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. ഇനി ല്യൂക്കോപ്ലാസ്റ്റിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം സ്റ്റോറേജ് ആണ് കൺസേൺ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഏത് സ്റ്റോറേജ്? സ്റ്റാർച്ചിന്റെ വേണോ, പ്രോട്ടീന്റെ വേണോ, നമ്മുടെ ഫാറ്റിന്റെ വേണോ എന്നുള്ളതിനനുസരിച്ച് ഡിഫറെന്റ് നെയിംസ് കൊടുത്തു. സ്റ്റാർച്ച്, അമൈലോ. എങ്ങനെയാണ്? കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം അമൈലേസ് എന്നല്ല പറയുന്നത്. അപ്പൊ അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്യുന്നത്. ല്യൂറോ അതായത് പ്രോട്ടീൻ. നമുക്കറിയാം മോണോകോട്ട് സീഡിന്റെ പുറത്തൊരു പ്രോട്ടീൻ
റിച്ച് ലെയർ അല്യൂറോൺ വരച്ചത്. അപ്പൊ അങ്ങനെ കോറിലേറ്റ് ചെയ്യുമ്പോൾ അല്യൂറോ ഫോർ പ്രോട്ടീൻ മനസ്സിലാക്കി. ഇനി എലൈഒ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഫാറ്റ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏ തന്നിരിക്കുന്നത് അമൈലോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് എലയോപ്ലാസ്റ്റ് ഒക്കെ ലൂക്കോപ്ലാസ്റ്റിന്റെ സ്പെഷ്യലൈസേഷൻ ആണ്. ഇനി എലയോപ്ലാസ്റ്റ് സോഴ്സ് ഓയിൽ ഓർ ഫാറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. പക്ഷെ അമൈലോപ്ലാസ്റ്റ് പ്രോട്ടീൻ അല്ല. പ്രോട്ടീൻ വരുന്നത് അല്യൂറോപ്ലാസ്റ്റ് ആണ്. അപ്പോ അമൈലോപ്ലാസ്റ്റ് എന്താണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ജസ്റ്റ് ഇതായിട്ട് എഴുതി നോക്കാം, കാർബോഹൈഡ്രേറ്റ് സ്റ്റോറിങ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്യൂറോപ്ലാസ്റ്റ് ആണ്. അപ്പൊ എലയോപ്ലാസ്റ്റ് എങ്ങനെയാണ്? സ്റ്റോർസ് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ്. ഇനി ക്ലോറോപ്ലാസ്റ്റ് നമുക്കറിയാം ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഗ്രീൻ പിഗ്മെന്റ് കണ്ടെയ്നിങ് ആണ്, ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ക്രോമോപ്ലാസ്റ്റ് എങ്ങനെയാണ്? കണ്ടെയ്ൻ കളേർഡ് പിഗ്മെന്റ്സ് അതർ ദാൻ ക്ലോറോഫിൽ. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ താഴെ കണ്ടു. എങ്ങനെ? ടു അട്രാക്ട് ആനിമൽസ് ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇതിൽ മിസ്മാച്ച്ഡ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ. 12th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ MCQല് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 12 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ വെരി ഷോർട്ട് ആൻസറും ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യും. സോ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.